ഹലോ ഗൈസ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിന് കുറച്ച് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ MI-PAD7, നമ്മുടെ MI സർവീസ് സെന്ററിന്റെ MIG-ന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് നമ്മുടെ പുത്തൻ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ഡിഫക്റ്റ് ഉള്ള നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് അവരൊരു കാരണവശാൽ റീപ്ലേസ് തരുന്നുണ്ടായിരുന്നില്ല. അവർ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് 2 പ്രാവശ്യം ചേഞ്ച് ചെയ്തിട്ടും ഒരു രക്ഷയില്ല. പിന്നെ അതിനൊടുവിൽ ഞാൻ എന്താ പറയാ സൈ കെട്ടിട്ട് ഞാൻ കൺസ്യൂമർ കോർട്ടിലൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനലി നമുക്ക് നമ്മുടെ PAD7 റീപ്ലേസ് ചെയ്ത് കിട്ടി. പുതിയ പുത്തൻ സാധനം, സീല് പോലും പൊട്ടിക്കാത്ത പുതിയ പുത്തൻ സാധനം നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടി. അപ്പോ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത് ആക്ച്വലി നല്ലൊരു ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ ജെന്യുവിൻ ആയിട്ടുള്ള നമ്മുടെ എന്ത് പ്രശ്നമാണെങ്കിലും കൺസ്യൂമർ കോർട്ടിൽ നമുക്ക് സാധനം എന്താ പറയാ അതിന് ഉടനടി നടപടി ഉണ്ടായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ നമ്മുടെ ടാബ് റീപ്ലേസ് ചെയ്ത് പുതിയ പുത്തൻ സാധനം കിട്ടി. അപ്പൊ എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ അൺബോക്സ് ഓൾറെഡി ചെയ്തിട്ട് ഞാൻ ചുമ്മാ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് വെച്ചേക്കണായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് വേണ്ടി ചുമ്മാ ഒന്നും കൂടി ഒന്ന് സീൽ ചെയ്യുന്നേ ഉള്ളൂ. ഇതേ നമ്മുടെ സാധനം. ഇതിനകത്ത് കണ്ടില്ലേ എന്തൊക്കെയാ വന്നേന്ന്. നമ്മുടെ PAD7 ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം. അതുപോലെ തന്നെ ഇതിനകത്ത് ചാർജറും കേബിളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് കൂടാണ്ട് ഇതിന്റെ കൂടെ ഈ ഡിസ്പ്ലേ തുടക്കാനുള്ള ഒരു ക്ലോത്തും കൂടി ഉണ്ടാവേണ്ടതാണ്. ഇത് യൂസർ മാനുവല്. അതുപോലെ തന്നെ അതെ, ഡിസ്പ്ലേ തുടക്കാനായിട്ട് അവരൊരു ക്ലോത്തും തന്നിട്ടുണ്ട്. ഇത് എന്ത് ക്ലോത്ത് ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ നല്ല എന്താണ് പോളിഷിങ് ക്ലോത്ത്. അത് തുടക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയുള്ള ഒരു സാധനമാണ്. എന്താണെങ്കിലും ഇത്ര സാധനമുള്ളൂ, വളരെ കുറച്ച് സാധനങ്ങളെ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. യൂസർ മാനുവൽ, മറ്റേ ക്ലോത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാർജർ അഡാപ്റ്റർ ഒക്കെ വരുന്നുണ്ട്. 45 വാട്ട്സിന്റെ അഡാപ്റ്ററാണ് നമുക്ക് ഇതിൻ്റെ ഒക്കെ കിട്ടണത്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലുള്ള സാമാനങ്ങൾ. ഇതാണ് നമ്മുടെ സാധനം. എന്റെ പൊന്നെ, എത്ര നാള് ഇതിന്റെ പുറകെ നടന്നെന്നറിയോ സെറ്റാക്കി കിട്ടാൻ. ഇതാണ് നമ്മുടെ റീപ്ലേസ് ചെയ്ത് കിട്ടിയ പുതിയ പുത്തൻ സാധനം. ഇതിന്റെ ഡിസ്പ്ലേ ഒക്കെ ഞാൻ ഫുള്ള് ചെക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ല. മറ്റേ മാനുഫാക്ചർ ഡിഫക്റ്റ് നേരത്തെ കണ്ടോല്ല, മറ്റേ വൈറ്റ് സ്പോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ സാധനം, പുതിയ പുത്തൻ റീപ്ലേസ് ചെയ്ത് കിട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. റീപ്ലേസ് ചെയ്ത് കിട്ടിയിരിക്കുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറച്ചായി ഞാൻ ഇതിന്റെ പുറകെ തന്നെ ഞാൻ എന്താ പറയാ ഇതിന്റെ പുറകെ തന്നെ നല്ല രീതിയിൽ ഫോളോ അപ്പും കാര്യം ഞാൻ ചെയ്തായിരുന്നു. അപ്പോ നിങ്ങൾക്ക് ആരെങ്കിലും പ്രൊഡക്റ്റും കാരണം മേടിച്ചിട്ട് എന്തെങ്കിലും മാനുഫാക്ചറിംഗ് ഡിഫക്റ്റോ അങ്ങനെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, മോശമായിട്ടുള്ള രീതിയിൽ ഉപരി നിങ്ങളുടെ ഗാഡ്ജറ്റ്സ് അവർ കംപ്ലൈന്റ് ആയിട്ടുള്ളത് മോശമായിട്ടുള്ളത്, അല്ലെങ്കിൽ അവരിപ്പോ എന്താ പുതിയ പുത്തൻ സാധനം വാറണ്ടി ഉണ്ടായിട്ട് പോലും അവർ നമുക്കൊരു കാര്യം ചെയ്തു തരുന്നില്ല എങ്കിൽ നമ്മ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ട നിങ്ങൾ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു സാധനം നിങ്ങൾ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് ഇപ്പൊ അതിനകത്ത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ട്. അപ്പൊ ഈ മേടിച്ച സ്ഥലത്തും അതുപോലെ അതിന്റെ സർവീസ് സെന്ററിലും പോവാം. അപ്പൊ അവർ അതിനകത്ത് റീപ്ലേസ്മെന്റ് ഒന്നും തരുന്നില്ല, അല്ലെങ്കിൽ മര്യാദക്കല്ല കാര്യങ്ങൾ അവര് എന്താ പറയാ നമുക്ക് എന്താ പറയുക സർവീസ് തരുന്നതെങ്കിൽ, മര്യാദക്കല്ല തരുന്നതെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് അവിടെ കിടന്ന ഒച്ചപ്പാട് ബഹളം ഒന്നും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. നേരെ പോയി കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് കൊടുക്കുക. ഇന്ന കാര്യം, ഇന്ന സംഭവം, ഇന്നെന്ന് പറഞ്ഞാൽ വിശദമായിട്ട് നിങ്ങളുടെ കാര്യം അങ്ങോട്ട് മെൻഷൻ ചെയ്യുക. കൺഫേം ആയിട്ടും റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സംഭവം തിരിച്ചു കിട്ടി. സോ ആരും സാധനം മേടിച്ച് മറ്റേതായി മറിച്ചത്. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ പലരും വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ ഇങ്ങനെ ഈ പറയപ്പെടുന്ന ഷോറൂമുകളിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇപ്പൊ മൈജിയിൽ ഇപ്പൊ ഈ അടുത്ത് തന്നെ കുറെ പേർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മേടിച്ച പ്രൊഡക്റ്റിന് മാനുഫാക്ചർ ഡിഫക്റ്റ് ഒക്കെ ഉണ്ടായിട്ട്. അപ്പൊ അവർക്ക് അവിടെ പോയിട്ട് കുറെ സമരവും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ അതിന് പകരം സമരം മീൻസ് അവിടെ പോയിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അതിന് പകരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് കൊടുത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്റെ നടപടികൾ വരണം. പെട്ടെന്ന് മീൻസ് ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് ഞാൻ 2 പ്രാവശ്യം കൊടുത്തായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഡിസ്പ്ലേ കിട്ടിയ സമയത്ത് മാനുഫാക്ചർ ഡിഫക്റ്റ് ഉണ്ടായിരുന്നപ്പോൾ അത് സർവീസ് സെന്ററിൽ കൊടുത്തപ്പോഴത്തേക്കും ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം നോക്ക്. അതെനിക്ക് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ
ആ കംപ്ലൈന്റ് കൊടുത്തത്. അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് തന്നെ ആ കംപ്ലൈന്റ് കൊടുത്ത് പിറ്റേ ദിവസം തന്നെ അവരെന്നെ വിളിച്ച് സാധനം സെറ്റാണ് സാറെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് അങ്ങനെ സാധനം എടുത്ത് അന്ന് തന്നെ പിന്നെയും പിന്നെയും കംപ്ലൈന്റ് ആയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് റീപ്ലേസ് ചെയ്ത് തരാമെന്നും പറഞ്ഞ് പിറ്റേ ദിവസം റീപ്ലേസ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അത് പിന്നെ ഡിലേ ഒരു 1.5 ആഴ്ചത്തോട് കൊടുത്ത് അത് എന്റെ കയ്യിൽ നിന്ന് പൊട്ടി. ഞാൻ പിന്നെ കൺസ്യൂമർ കോഡിൽ ഞാൻ ഒരു അവരുടെ വാട്സപ്പ് ത്രൂ ആണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തത്. അപ്പൊ അവരുടെ വാട്സപ്പ് ത്രൂ ഞാൻ അങ്ങനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് വിത്തിൻ 2-3 days അതിന്റെ ഒരു അപ്ഡേഷനായിട്ട് ഷോറൂമിൽ തന്നെ വിളിച്ചായിരുന്നു. MI സർവീസ് സെന്ററിൽ വിളിച്ചിട്ട് സാറിന്റെ പാഡിന്റെ ഫുൾ ബോക്സും ആക്സസറീസും എന്തൊക്കെ സാധനം മേടിച്ചപ്പോൾ അതെല്ലാം തിരിച്ചു കൊണ്ടുപോകാം, നമുക്ക് റീപ്ലേസ് ചെയ്തിട്ടാണുള്ള ഓപ്ഷൻ ഉണ്ട്, റീപ്ലേസ് ചെയ്ത് തരും എന്ന് കമ്പനി ഒഫീഷ്യലി മെയിൽ ഇട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും ഒരു 4 daysനുള്ളിൽ എനിക്ക് സാധനം കിട്ടി. അതായത് ഞാൻ കംപ്ലൈന്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും സാധനം എനിക്ക് കിട്ടി. അപ്പൊ ഇത്രയുള്ള പരിപാടി. ഇനിയിപ്പ നോക്കട്ടെ, ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ഒരു പുതിയ പുത്തൻ സാധനം നമുക്ക് അവര് റീപ്ലേസ് ചെയ്ത് തന്നേക്കണത്. അപ്പൊ എനിവേസ് ഇനിയിപ്പോ ഞാൻ ഒരു സ്ക്രീൻ കണക്ക് ഇടാണ്ട് പിന്നെ പൗച്ച് നേരത്തെ ഓൾറെഡി പൗച്ച് നമ്മുടെ തിരിപ്പുണ്ട്. ഡിജയുടെ ഒക്കെ സ്റ്റിക്കർ ഒട്ടിച്ചൊരു പൗച്ച്, നല്ല പൗച്ചാണ്. പിന്നെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം ഞാൻ പറഞ്ഞില്ല. സ്ക്രീൻ കാർഡ് ഒട്ടിക്കാത്ത വീണ്ടും ഞാൻ പറഞ്ഞാണ്, നാനോ ടെക്സ്റ്റ് ഡിസ്പ്ലേ ഉപയോഗിക്കുന്ന MI പാഡ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ പറയല, നിങ്ങൾക്ക് ക്ലിയർ സ്ക്രീൻ കാർഡ് ഉണ്ടെങ്കിൽ ക്ലിയർ സ്ക്രീൻ കാർഡ് ഇടാം, സ്ക്രീൻ കാർഡ് ഉണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് ഇടണ്ട. ക്ലിയർ സ്ക്രീൻ കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ നോർമൽ ഡിസ്പ്ലേ, അതായത് നോർമൽ പാഡ് 7 ഡിസ്പ്ലേ ഇങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും. നാനോ ടെക്സ്ചർ പറഞ്ഞാൽ കുറച്ചിട്ട് മാറ്റ് ഫിനിഷ്, നല്ല ഭംഗിയാണ്, നല്ല അടിപൊളിയാണ്, നല്ല ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാധനം. അപ്പോൾ ഈ നാനോ ടെക്സ്റ്റ് ഡിസ്പ്ലേയിൽ മാറ്റ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഡാർക്ക് ആയി പോയി ഇരുണ്ടു പോകും. ഞാൻ വെച്ച് ക്ലിയർ ഒട്ടിച്ചാൽ നോർമൽ ഡിസ്പ്ലേ പോലെ. അപ്പൊ ഞാൻ എന്തായാലും ക്ലിയർ ഒട്ടിക്കുന്നുണ്ട്, ഡിസ്പ്ലേന്റെ അത് ഇനി റിസ്ക് എടുക്കണില്ല. അപ്പോൾ എന്തായാലും റഫ്യൂസൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം ഉപയോഗം ഉണ്ടല്ലോ. ഇനിയിപ്പൊ ഒന്നും പറയാൻ വല്ല ഗാഡ്ജറ്റ് ആണ്, മനുഷ്യന്റെ കാര്യമാണ്, എന്തും കയ്യിൽ നിന്ന് എന്ത് സംഭവിക്കാം. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാനപ്പോ സ്ക്രീൻ കാർഡും കാര്യങ്ങളും കൂടി ഇങ്ങോട്ട് ഇടുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ. ഈ സാധനം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തത്. സോ നമ്മുടെ കുറച്ച് ഒരു 1.5 മാസത്തോളമായിട്ടുള്ള നമ്മുടെ കുറെ സമയം വേസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പോയിട്ട് എന്നുവെച്ചാൽ സമയം വേസ്റ്റ് ആക്കി എന്ന് ഇപ്പൊ എനിക്ക് തോന്നുള്ളത്. ആ സമയമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഗുണപ്പെട്ട്. കാരണം അതിന്റെ പുറകെ ഞാൻ പുറകെ തന്നെ ഉണ്ടായിരുന്നു. സാധനം കിട്ടിയ പറ്റുന്നുള്ളൊരു മൂടായിരുന്നു. കാരണം അവന്മാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇവന്മാര് കാണിക്കുന്നു പറയുന്നൊന്നും നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമില്ലായിരുന്നു. അപ്പോ കാരണം ഇവന്മാര് നമ്മക്കിട്ട് എന്ന് വെച്ചാൽ കസ്റ്റമറിനിട്ട് വെക്കാൻ നോക്കിയായിരുന്നു. എന്ന് വെച്ചാൽ അവര് പറഞ്ഞ അനുസരിച്ചാണ് നമ്മ ഓരോ കാര്യം ചെയ്തത്. അവസാനം നമ്മൾ സാധനം കൊണ്ട് ചെന്നപ്പോ അവന്മാര് എന്നൊക്കെ പറഞ്ഞ കുറെ ഡയലോഗ് അടിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഒന്നും കൂടി പൊളിഞ്ഞപ്പോ എനിക്ക് വാശിയായി. അപ്പൊ ഞാൻ ഒന്നും കൂടി കൺസ്യൂമർ കംപ്ലൈന്റ് കൊടുത്ത് ഫൈനലി നമുക്ക് സാധനം കിട്ടി. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇനി ഈ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്, അതിനെപ്പറ്റി എന്തെങ്കിലും സംബന്ധമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടുക. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് നിങ്ങൾ DM ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഉള്ളത്, എന്താ അതിന് ചെയ്യേണ്ടതെന്നുള്ള ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഭയങ്കര മരകമായിട്ടുള്ള വള്ളിയൊന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ ഏതൊരാൾക്കും അത് പുഷ്പം നിസ്സാരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടാബ് കിട്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ അടുത്ത വീട്ടിൽ കാണാം.